നമ്മൾ ഇതിന്റെ ടീസർ ഇറക്കിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യമാണ് ഈ അയ്യപ്പൻ കോശിയും ഡ്രൈവിംഗ് ലൈസൻസ് പോലത്തെ ഈഗോ ക്ലാഷുകൾ വെച്ചിട്ടുള്ള. പക്ഷെ ഞാനത് ഇവിടെ ഉറപ്പായിട്ടും പറയണം എന്ന് വിചാരിച്ചൊരു കാര്യം തന്നെയാണ്. ആസിഫ്, നമ്മൾ സംസാരിക്കേണ്ട വിഷയം തന്നെയാണ്. ഈ സിനിമ അങ്ങനെ ഒരു ഈഗോ ക്ലാഷ് വെച്ചിട്ടുള്ള സിനിമയല്ല. 2 റാങ്കിലുള്ള പോലീസുകാരുടെ ഈഗോ അല്ല ഈ സിനിമ, ഒരിക്കലും അല്ല. ആ ഈഗോ ക്ലാഷ് പ്രതീക്ഷിച്ചിട്ട് സിനിമ തിയേറ്ററിലേക്ക് പോകാൻ അങ്ങനെ ഒരു കഥയേ അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണല്ലോ ജസ്റ്റ്. ഈ സിനിമയിൽ വല്ല ഡബ് ചെയ്തിട്ടുണ്ടോ? സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അത് ഞാനാ പറഞ്ഞിരിക്കുന്നത്. അത് മാറ്റിയോ? ഞാൻ മാറ്റി. എല്ലാ സിനിമകളിലും ആസിഫിക്ക് ഉണ്ട്, എല്ലാ ജോണറുകളും ആസിഫലി ഉണ്ട്. സോ വാട്ട് മേക്സ് ആസിഫ് അലി സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ആസിഫ് അലിയുടെ ടാലന്റ് തന്നെയാണ്. ദാറ്റ് മേക്സ് ആസിഫ് അലി സ്പെഷ്യൽ ഫോർ മീ. അതർ ദാൻ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, മൈ ബ്രദർ. ടാലന്റ് തന്നെയാണ്. ഓരോ സിനിമയിലും നമ്മൾ ഇപ്പം ഞാൻ പറയാം, ഞാൻ ചെയ്യാത്ത ഇപ്പം സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും പൗർണമിയൊക്കെ ആസിഫിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ. അതല്ലാതെ ഇപ്പോൾ നമുക്ക് പേര് പെട്ടെന്ന് പറഞ്ഞാൽ കെട്ടുകളാണ് മാലാഖയിലെ ശ്രീവാച്ചനും പിന്നെ ഉയരയിലെ ഗോവിന്ദും ഒക്കെ കാണുമ്പോൾ ഒരു സുഹൃത്ത് എന്നതിനപ്പുറം നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ. ആ ഇഷ്ടം തന്നെയാണ് വീണ്ടും വീണ്ടും എനിക്ക് ആസിഫിനെ വെച്ച് സിനിമകൾ ചെയ്യാൻ തോന്നുന്നത്. ഇപ്പോൾ 2 പേര് തമ്മിലുള്ള ഈഗോ ക്ലാഷ്, അല്ലെങ്കിൽ 2 ആളുകൾ ഒരേ സമയം റോ ആവുകയും എന്നാൽ അവർ 2 ഇടിച്ചിടിച്ച് നിൽക്കുകയും ചെയ്യുന്നത് പാൻ ഇന്ത്യ ലെവലിൽ തന്നെ അയ്യപ്പനും കോശിയും എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ബുക്കായി മാറിയിരിക്കുന്നു. ലോകേഷ് ഉൾപ്പെടെ ഈ സിനിമയെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇപ്പോൾ ഗോഡ് ഫാദർ നായകനൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയ പോലെ അയ്യപ്പനും കോശിയും തലവനൊരു ഇൻസ്പിറേഷൻ, ഒരു നമ്മൾ ഇതിന്റെ ടീസർ ഇറക്കിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യമാണ് ഈ അയ്യപ്പൻ കോശിയും ഡ്രൈവിംഗ് ലൈസൻസ് പോലത്തെ ഈഗോ ക്ലാഷുകൾ വെച്ചിട്ടുള്ള. പക്ഷെ ഞാനത് ഇവിടെ ഉറപ്പായിട്ടും പറയണം എന്ന് വിചാരിച്ചൊരു കാര്യം തന്നെയാണ്. ആസിഫ്, നമ്മൾ സംസാരിക്കേണ്ട വിഷയം തന്നെയാണ്. ഈ സിനിമ അങ്ങനെ ഒരു ഈഗോ ക്ലാഷ് വെച്ചിട്ടുള്ള സിനിമയല്ല. 2 റാങ്കിലുള്ള പോലീസുകാരുടെ ഈഗോ അല്ല ഈ സിനിമ, ഒരിക്കലും അല്ല. ആ ഈഗോ ക്ലാഷ് പ്രതീക്ഷിച്ചിട്ട് സിനിമ തിയേറ്ററിലേക്ക് പോകാൻ അങ്ങനെ ഒരു കഥയേ അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ട് ഒരു കുറ്റാന്വേഷണ സ്റ്റോറിയാണ്. പോലീസിന്റെ പ്രൊസീജിയർ തന്നെയാണ് ഇതിന്റെ എന്താ പറയുക, സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഓൺലൈൻ വീഡിയോ ഇവിടെ ഉള്ളതുകൊണ്ട് പറയുകയാണ്, ഇതൊരിക്കലും ഈഗോ ക്ലാഷിന്റെ സിനിമയല്ല. അയ്യപ്പനും കോശിയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ പോർത്തൊഴിലോ നേരത്തെ പറഞ്ഞ ഒരു പടത്തിന്റെയും ജോണറിൽ പെടുന്ന പടമല്ല ഇത്. ആസിഫിന് അതായത് ഈ സിനിമയിൽ ബിജുചേട്ടന്റെ കൂടെ എൻ്റെ മുഖവും കൂടെ കണ്ടപ്പോൾ, അതായത് 2 ഹീറോസ് ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു പോസ്റ്റർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്തൊരു ചോദ്യം അത് തന്നെയായിരുന്നു. ഒരിക്കലും അതിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സിനിമയല്ല. തീർച്ചയായിട്ടും ഒരു ഈഗോ ക്ലാഷ് വരുന്നുണ്ട്, പക്ഷെ അതല്ല ഈ സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ടിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മൊത്തത്തിൽ മാറ്റി പിടിച്ചപ്പോൾ, അതായത് ഇപ്പോൾ സാധാരണ ജിസ്റ്റ് പടങ്ങളിൽ ഉണ്ടാകുന്ന കേക്ക് മുറിക്കുന്ന കത്തിക്ക് പകരം ഇവിടെ ശരിക്കുള്ള കത്തി, ചിരിക്കുന്ന ആസിഫ് അലിക്ക് പകരം റഫായ ആസിഫ് അലി, ആ മാറ്റം പാടായിരുന്നു. അല്ല, അങ്ങനെ പാടെന്ന് പറയാൻ പറ്റില്ല. പലരും ഓർക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ എന്റെ ബൈസൈക്കിൾ തീവ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്കറിയാം, ആ സമയത്ത് 2013 ഏറ്റവും കൂടുതൽ ട്വിസ്റ്റുകൾ നിറഞ്ഞ മലയാള സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്നു അതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നതും ഒക്കെ. ഇപ്പോഴും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ അതൊരു ഔട്ട് ആൻഡ് ഔട്ട് ത്രില്ലറായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വളരെ യാദൃശികമായിട്ടാണ് ഞാൻ സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും പോലത്തെ ഒരു പാറ്റേണിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷെ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്ന മറ്റു ജോണറുകൾ പരീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റേത് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര റെപ്പിറ്റേഷൻ ഫീൽ ഇല്ല നമുക്ക് എല്ലാവർക്കും, എനിക്ക് തന്നെ. അതുകൊണ്ടൊരു മാറ്റിയുള്ള പരീക്ഷണമായിരുന്നു ഇന്നലെ വരെ സ്റ്റിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ് ഇത്. അതിനേക്കാൾ ഏറെ സമയമെടുത്തും ആലോചിച്ചും ഒക്കെ ചെയ്ത സിനിമയാണ് ഈ ഇപ്പോൾ തലവൻ എന്ന് പറയുന്നത്. ഇതുവരെയുള്ള എല്ലാ സിനിമകളും തിരക്കഥ താങ്കൾ തന്നെയായിരുന്നല്ലോ. ഈ തവണ എന്തുകൊണ്ടാണ് പുതിയ 2 പേരെ വെച്ച്? നല്ല ചോദ്യം. ഇതുവരെയുള്ള സിനിമകളിലൊക്കെ തിരക്കഥ ഞാൻ തന്നെയായിരുന്നു. ഇതിൽ സംഭാഷണമാണ് എഴുതിയിരിക്കുന്നത്, സംഭാഷണവും സംവിധാനമാണ്. ഇതിൽ ശരത്തും ആനന്ദും 2 പേരാണ്. ഇതിൽ ശരത്ത് ഒരു പോലീസ് ഓഫീസറാണ്. ആനന്ദിനെ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന. 2 പേരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ വന്ന് പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ ഭംഗിയായിട്ട് എൻ്റെ തിരക്കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല, രസമായിട്ട് തന്നെ അവർ എൻ്റെ തിരക്കഥ എഴുതിയിട്ടുണ്ട്. എനിക്ക് ജസ്റ്റ് ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യേണ്ട ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ സംഭാഷണങ്ങൾ എഴുതുന്ന ജോലി. ഇപ്പൊ ഈ നമ്മുടെ ഇൻഡസ്ട്രിയിലെ 2 സൂപ്പർ സ്റ്റാർസിന് തന്നെയാണ് ഈ പറഞ്ഞ പോലെ 2 ക്യാരക്ടേഴ്സ് കൊണ്ടുവരുന്നത്. അപ്പം അവിടെ ഈ പറഞ്ഞ പോലെ ഒരു 2 പേർക്കും 2 പേരതായിട്ടുള്ള സ്പേസ് വേണം, അവരുടെ ഇമോഷണൽ കണക്ട് വേണം, നമുക്കത് കണക്ട് ആണ്. സോ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടാവല്ലോ. കാരണം സ്ക്രീൻ പ്ലേ സെക്കൻഡ് എഴുതാത്തപ്പോൾ അതിന്റെ കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, അങ്ങനെ സ്ക്രീൻ പ്ലേ എഴുതാത്തപ്പോ എന്നുള്ളതല്ല, അത് സെറ്റിലേക്ക് വന്നിട്ട്
എവറി ഡേ ഞാനത് ആ പ്രോസസ്സിലുണ്ടായിരുന്നു. ഈവൻ എവറി ഡേ വാസുവിനൊക്കെ അറിയാം, നമ്മളത് ഇവരുടെ പെർഫോമൻസ് അനുസരിച്ച് മാറ്റി എഴുതാത്ത ഒരു ദിവസം പോലും ഇല്ല, ഒരു സീൻ പോലും ഇല്ല. നല്ല ചോദ്യമാണ്. അതായത് എപ്പോഴും ഈ രണ്ട് മാർക്കറ്റ് വാല്യൂ ഉള്ള രണ്ട് ആർട്ടിസ്റ്റുകൾ പ്രധാന മുഖങ്ങളായിട്ട്, മറ്റു മുഖങ്ങളുണ്ട്, പ്രധാന മുഖങ്ങളായിട്ട് നിൽക്കുമ്പോൾ അവരെ ഒരുപോലെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ജോലിയാണ്. രണ്ടും ബാലൻസ് ചെയ്ത് അവസാനം വരെ കൊണ്ടുപോകാന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമ റിലീസാവാൻ ഒരു 8 ദിവസം കൂടി 9 ദിവസം കൂടി ഉണ്ട്. വേറെ ഒരു ക്ലെയിമിങ് ഞാനിവിടെ ചെയ്യുന്നില്ല. ഭയങ്കര ഉദാത്തമായ ഒന്നുമില്ല. നിങ്ങൾ കണ്ടിട്ട് പറയൂ, നിങ്ങളാണ് പറയേണ്ടത്. പ്രേക്ഷകൻ കണ്ടിട്ടാണ് നമ്മൾ എത്രത്തോളം ചെയ്തത് ശരിയാണ്, ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ. ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയൂ. ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണല്ലോ ജസ്റ്റ് ഈ സിനിമയിൽ വല്ല ഡബ് ചെയ്തിട്ടുണ്ടോ? സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അത് ഞാനാ പറഞ്ഞിരിക്കുന്നത്. അത് മാറ്റിയോ? ഞാൻ മാറ്റി.